അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് നടന്ന ഒരു സംഭവ കഥയെ ഞാൻ ഇന്നിവിടെ വിവരിക്കാൻ പോകുന്നത്. ബദർ യുദ്ധക്കളമാണ് പശ്ചാത്തലം. സുഹാബികളെ യുദ്ധത്തിന് തയ്യാറാക്കുകയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടക്കൊന്ന് ചൂട് തട്ടിയ സവാദ് റളിയല്ലാഹു അൻഹു തൻ്റെ കയ്യിലുള്ള വടികൊണ്ട് ചെറുതായൊന്ന് നീക്കി നിർത്തി. ഒരല്പം കഴിഞ്ഞ് സവാദ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ, എനിക്ക് അങ്ങയോടൊരു സങ്കടം പറയാനുണ്ട്. പറയൂ സവാദേ, എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? താങ്കൾ എന്നെ ആ വടി കൊണ്ട് നീക്കി തള്ളിയത് എനിക്ക് വേദനിച്ചു. എനിക്കതിന് പകരം വീട്ടുന്നു. ഇത് കേട്ട് സ്വഹാബികളാകെ അന്തം വിട്ടു. ഈ സവാദിന് എന്തു പറ്റി? പക്ഷേ നമ്മുടെ മുഹമ്മദ് നബി സന്തോഷത്തോടെ ആ വടി സവാദിൻ്റെ കയ്യിൽ വെച്ചു. അപ്പോൾ സവാദ് വീണ്ടും പറഞ്ഞു, നബിയെ, അങ്ങ് തട്ടിയതെൻ്റെ വസ്ത്രമില്ലാത്ത ദേഹത്താണ്. എനിക്കും അങ്ങയുടെ വസ്ത്രമില്ലാത്ത ദേഹത്ത് പകരം ചെയ്യണം. ഇത് കേട്ട സ്വഹാബികൾക്കൊക്കെ ദേഷ്യം വന്നു. പലരും പല്ലുകടിച്ചു, പലരുടെയും കണ്ണുകൾ ചുമന്നു. എന്നാൽ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാവഭേദവുമില്ലാതെ തൻ്റെ കമീസ് അല്പം കയറ്റി തൻ്റെ ഒഴിഞ്ഞ വയറു കാണിച്ചു കൊടുത്തു. ഉടനെ അവിടെ കൂടിയവരെ ആകമാനം ഞെട്ടിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സവാദ് റളിയല്ലാഹു അൻഹു മുറുക്കെ ആലിംഗനം ചെയ്തു. എന്നിട്ട് സവാദ് പറഞ്ഞു, ക്ഷമിക്കണം നബിയെ, എന്നോട് ക്ഷമിക്കണം. ബദർ യുദ്ധാവസാനം എനിക്ക് ജീവനുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ് അങ്ങയെ എന്ന് ആലിംഗനം ചെയ്യണമെന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതും ചെയ്തതും. എന്നോട് ക്ഷമിക്കണം നബിയെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വാരി പുണർന്നു. ഇത് അവിടെ കൂടിയവരെ എല്ലാവരുടെയും കണ്ണുകൾ നനച്ചു. അസ്സലാമു അലൈക്കും.